ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചേട്ടനും അഞ്ചും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോൾ അന്ന് ഇറങ്ങുന്നതിന് മുൻപ് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്ന് കുറച്ച് ദിവസത്തെ ചൂടിനൊക്കെ ശേഷം ഞങ്ങൾക്ക് നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആ ഒരു നല്ല കാലാവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു ക്ലൗഡി പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുമോയെന്നിങ്ങനെ ഡൗട്ടൊക്കെ തോന്നി. എന്നാലും അത്രയ്ക്കൊന്നും പോകുന്നവരങ്ങനെ വലിയ പ്രശ്നമൊന്നും കണ്ടില്ല. അപ്പോൾ അങ്ങനെ അഞ്ചു ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അഞ്ചുവിൻ്റെ തൊട്ട് പുറകെ ആയിട്ട് ചേട്ടൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മുറ്റത്ത് ഇറങ്ങി കുറച്ച് നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് മരങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇത്തിരി നേരം അവിടെ സൈഡിലൊക്കെ നിന്ന് ഒരു വരുന്നുണ്ടപ്പോൾ ഞാനും ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഒരുമിച്ച് പള്ളിയിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പള്ളിയിലെത്തി. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. കുർബാന കഴിഞ്ഞ് ഞങ്ങളിതാ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല സൂപ്പർ മഴ കേട്ടോ. കുർബാന കഴിയാറായ സമയത്ത് തന്നെ മഴ തുടങ്ങിയായിരുന്നു. അടിപൊളി മഴ. ഇത്രയും നല്ലൊരു മഴ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം മഴയ്ക്ക് കാറ് പല ദിവസവും കാണാറുണ്ട്, പക്ഷെ മഴ പെയ്യാതെ അങ്ങനെ കാറൊക്കെ മാറിപ്പോവും. പക്ഷേ ഇന്ന് മഴക്കാറ് ഉണ്ടായിരുന്ന പോലെ തന്നെ അത്രയും നല്ലൊരു മഴ തന്നെ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ നല്ലൊരു മഴ കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ കിട്ടിയപ്പോൾ പോയപ്പോഴൊക്കെ നല്ല ക്ലിയറായി കിടന്നിരുന്ന വഴിയാണ്. ഇപ്പോൾ നോക്കിയാൽ ഇഷ്ടം പോലെ വെള്ളമായി. അതും നല്ല സൂപ്പർ മഴ കേട്ടോ. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീട്ടിൽ വന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഞാൻ ആവശ്യം തിക്കും തിരക്കും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം അതെല്ലാം ആ പരിപാടികളൊക്കെ തീർത്ത് വെച്ചിട്ട് ഉടനെ തന്നെ ബൈബിൾ എഴുതായിരുന്നു കേട്ടോ. കാരണം ബൈബിൾ എഴുതി തീർന്നാലും നമുക്ക് ബൈൻഡ് ചെയ്യാൻ കൊടുക്കാനൊക്കെ പറ്റുള്ളൂ ടൈമിന്. അത് നമ്മൾ ടൈമിന് കൊടുത്താൽ തന്നെ നമുക്ക് ടൈമിന് തിരിച്ചും കിട്ടുള്ളൂ. നമുക്ക് പറഞ്ഞ ഡേറ്റിലൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം ടൈം ബൈബിൾ എഴുതാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത് ബാക്കി ജോലികളൊക്കെ സൈഡിലേക്ക് നീക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു 2-3 ദിവസം കൂടെ. കാരണം എന്നാലും ബൈബിൾ എഴുത്തൊക്കെ നമുക്ക് കറക്റ്റ് ടൈമിന് കഴിയുള്ളൂ. അപ്പോൾ കഴിയാറായിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടിയൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ജോലികളൊക്കെ മാറ്റി വെച്ച് കുത്തിരുന്ന് എഴുത്ത് തന്നെയാണ്. ഈ പ്രാവശ്യം മറ്റു വർഷങ്ങളെക്കാളും കുറച്ച് കൂടുതൽ പേജസ് ഉണ്ട് എഴുതാനായിട്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന സിലബസ് എന്ന് പറയുമ്പോൾ പേജസ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് എനിക്കിങ്ങനെ എഴുതി തീരാത്തത്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എഴുതി തീരുന്നില്ല. പിന്നെ ഞാൻ ബൈബിളിൽ നിന്ന് അങ്ങനെ മൊബൈൽ വെച്ച് ഫോട്ടോ എടുത്ത് അത് സൂം ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ പകർത്തുന്നത് കേട്ടോ എഴുതുന്നത്. അല്ലെങ്കിൽ നമുക്ക് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. കാരണം എനിക്കിവിടെയുള്ള ബൈബിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലെറ്റേഴ്സ് വളരെ ചെറുതാണ്. അപ്പോൾ അത് നോക്കി എപ്പോഴും എഴുതാമെന്ന് പറഞ്ഞാൽ കണ്ണിന് ഒത്തിരി ലോഡ് കൂടും എൻ്റെ. ഒന്നാമത് നമ്മൾ സ്കൂളിലൊക്കെ ആയാലും പോയി പഠിപ്പിച്ചും അവരുടെ നോട്ട് ബുക്കൊക്കെ ചെക്ക് ചെയ്തും അങ്ങനെയൊക്കെ കണ്ണിന് ഒരുവിധം നല്ല സ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ പിന്നെയും കൂടുതൽ ലോഡ് കൊടുക്കണ്ടെന്ന് വെച്ച് ഞാനിങ്ങനെ സൂം ചെയ്ത് മൊബൈലിൽ ഫോട്ടോ ഒക്കെ എടുത്ത് സൂം ചെയ്ത് അങ്ങനെ എഴുതുന്നത്. പുറത്തിറങ്ങി നല്ല തകർപ്പൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മഴ കാര്യമായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടിന് കുറച്ച് കുറവ് വന്നു. കിച്ചണിലൊക്കെ എന്നാലും നല്ല ചൂടാട്ടോ ഇപ്പോഴും. കുറച്ച് നേരത്തെ ബൈബിൾ എഴുത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ ചെടികളിലുള്ള വെള്ളമൊക്കെ നമ്മുടെ ബോട്ടിലൊക്കെയുള്ള വെള്ളം കളഞ്ഞ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം മണി പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. എന്നാലും നമ്മളങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു
രസം കേട്ടോ ഈ പ്ലാന്റ് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലാന്റ്. ഇതാ പുതിയ ലീവ്സൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റി പുതിയ വെള്ളം വെക്കണം. പിന്നെ ഇതാ ഇത് ഞങ്ങൾക്ക് വിമൻസ് ഡേക്ക് കിട്ടിയതാണ്. വിമൻസ് ഡേ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സെയിൻറ്റ് മോണിക്കയുടെ ദിവസം കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് അച്ഛൻ തന്ന ഗിഫ്റ്റാണ്. എല്ലാ അമ്മമാർക്കും കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റാണത്. നല്ല അടിപൊളി കപ്പ്, ഗ്ലാസിൻ്റെ അടിപൊളി കപ്പ്, നല്ല ഹെവി ആയിട്ടുള്ള കപ്പ്. സൂപ്പറല്ലേ? അന്ന് ഞങ്ങൾക്ക് കുർബാനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുർബാന എന്നും ഉണ്ട്, പക്ഷേ അന്ന് സ്പെഷ്യൽ കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുർബാനയ്ക്ക് പോയി. കുർബാനയൊക്കെ കഴിഞ്ഞപ്പോൾ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതായത് ഇങ്ങനെ നമ്മുടെ ചർച്ചിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് സെയിൻറ്റ് മോണിക്കയുടെ ഫീസ്റ്റ്. അപ്പോൾ അന്ന് ആ ദിവസം ചർച്ചിൽ വിമൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഗിഫ്റ്റ്. ഞാൻ കുറേ ദിവസം എത്തിയിട്ടാണ് ഇന്ന് ചെടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ വളരെ തിരക്കായതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലൊന്നും എനിക്ക് അത്രയ്ക്കും കാര്യമായിട്ടൊന്നും നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇനി വേണം അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് വളർത്തിക്കൊണ്ട് വരാനായിട്ട്. കൂടുതൽ ഞാൻ വെച്ചിരിക്കുന്നത് മണി പ്ലാന്റ് കേട്ടോ. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളതും മണി പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ടുവന്ന് കിച്ചണിലെടുത്ത് ഞാൻ കൊണ്ടുവന്ന് അതെല്ലാം വാഷ് ചെയ്ത് അതിനകത്ത് ഇങ്ങനെ പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അതിൻ്റെ ബോട്ടിൽ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് എന്നിട്ട് വീണ്ടും വെള്ളമൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഇങ്ങനെ എല്ലാ ആഴ്ചയിലും നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മണി പ്ലാന്റ് ഉണ്ടാവും. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല സുന്ദരപ്പെട്ട മണി പ്ലാന്റ് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണത്. പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് വീടിനൊക്കെ ഒരു പ്രത്യേക ഭംഗി തരുന്നത്. എൻ്റെ കയ്യത്ത് തുടത്തുന്നത് ആ ചേട്ടനെടുത്ത് തരുന്നുണ്ട്. മുകളിലത്തെ ആ ഒരു 3-4 പ്ലാന്റുകൾ വെച്ചിരിക്കുന്നത്. അതിനകത്തുനിന്ന് പഴുത്ത ഇലകളൊക്കെ മാറ്റി നമുക്ക് സെറ്റപ്പ് ആക്കണം. അഞ്ചു ഇവിടെ നിന്ന് അഞ്ചിൻ്റെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം. അഞ്ചു ഹായ്. ഇതും കൂടെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് കുക്കിങ്ങിലേക്കൊക്കെ കിടക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ രണ്ടാമത്തെ സെറ്റും കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഡെയിലി വാട്ടറൊന്നും ചേഞ്ച് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ സമയം കിട്ടുമ്പോഴേക്ക് ചേഞ്ച് ചെയ്യും. എന്തായാലും ആഴ്ചയിൽ ഒരിക്കൽ ചേഞ്ച് ചെയ്തിരിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ സമയം കിട്ടിയാൽ അപ്പോഴും ചേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കിനി ഇവിടെ ഇനിയും ഇതേപോലെ മണി പ്ലാന്റുകൾ കുറേ ഇങ്ങനെ വിൻഡോയുമ്പോൾ അങ്ങനെ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിന് മാത്രമുള്ളത് ഇനി ആയിട്ടില്ല. നമുക്കിനി വേറെ കുറച്ചും കൂടി ഇതൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ട് വേണം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വേറെ ബോട്ടിലുകളിലൊക്കെ ആക്കി ഇങ്ങനെ ഇതേപോലെ സെറ്റ് ചെയ്തിടാൻ. അപ്പോൾ അങ്ങനെ ചെടികളിലത്തെ വെള്ളമൊക്കെ ചേഞ്ച് ചെയ്യുന്ന ആ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളിതാ കിച്ചണിലേക്ക് കടന്നിരിക്കണം. ഇനി എനിക്ക് ഉച്ചക്കലത്തേക്കുള്ള ലഞ്ചൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ സെറ്റിങ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിച്ചണിലേക്ക് വരുമ്പോൾ. നമുക്കെല്ലാം അറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് വെക്കാനുള്ള ആ ഒരു സ്ഥലമുണ്ട്. അതുപോലെ കബേർഡ് വർക്കൊക്കെ നമ്മൾ ചെയ്താറുണ്ട്. കാര്യം ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ, എങ്കിൽ പോലും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് മനസ്സിന്. അപ്പോൾ നമ്മുടെ ജോലികൾ ആരംഭിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഉച്ചക്കലത്തേക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ അരി ഇവിടെ എടുത്ത് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേക്കുന്നത്. നമ്മുടെ മട്ടരിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത്. സാധാരണ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ UP അരി തന്നെയാണ് വെക്കാറ്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും സമയമുണ്ട്, നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും വെള്ളം ഊറ്റി കളയാനും ഒക്കെ സമയമുണ്ട്. ഇന്ന് ജോലിക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ അതെന്നെ കൊണ്ട് ഇന്ന് ഈ റൈസ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലിട്ട് വേഗം അടപ്പത്ത് വയ്ക്കാം. പിന്നെ നമ്മുടെ ഈ ലൈറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സൂപ്പർ ലൈറ്റർ കേട്ടോ.
എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിപ്പോൾ കുറച്ച് ദിവസം യൂസ് ചെയ്തു. അപ്പോൾ നല്ല അടിപൊളി. ജസ്റ്റ് ഇവിടെ നമുക്ക് സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ എത്ര ചാർജ് ഉണ്ടെന്നുള്ളതോടെ കാണിക്കുകയും ചെയ്യും. പിന്നെ ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി, അടിപൊളിയായിട്ട് കത്തിക്കോളും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ലൈറ്റർ. റൈസിൻ്റെ കുക്കർ നമ്മൾ ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ശകലം ചിക്കൻ ഇരിപ്പുണ്ട്. ഇത് ഞാൻ 2 ദിവസം മുമ്പ് ചേട്ടൻ ചിക്കൻ വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് ഒരു കുറച്ച് നമ്മളെടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കില്ല. ഇടയ്ക്കൊക്കെ ചെറിയൊരു കുഞ്ഞു കറിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഇത് ധാരാളം മതി. അപ്പോൾ ഞാനങ്ങനെ ഫ്രീസറിൽ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഫ്രീസറിൽ നിന്ന് ഉപ്പ് മാത്രം ഇങ്ങനെ തിരുമ്മി വെച്ചായിരുന്നു കേട്ടോ. വേറെ പൊടികൾ മസാലകളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത്തിരി നേരം ഒന്ന് മസാല ഇട്ട് നീക്കി വയ്ക്കുക. എന്നിട്ട് ഞാൻ ഇന്ന് കുക്കറിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം ജോലി കഴിയുമല്ലോ. വേഗം ജോലി കഴിച്ച് കിച്ചണിൽ നിന്ന് കടന്നു പോയിട്ട് വേണം എനിക്ക് ബൈബിൾ എഴുതാൻ. കുറേ കിടപ്പുണ്ട്, ഒത്തിരി പേജുകൾ ഇനി ബാക്കിയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം എഴുതി തീരുമോ, ടൈമിന് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര ടെൻഷനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലായതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇപ്പോൾ കുറേ വൈകി വരുന്നതും. ചിലപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരെണ്ണമൊക്കെ ഇടുന്നുള്ളൂ, കാരണം ബൈബിൾ എഴുത്തുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഞാൻ ഇതിനകത്ത് ഓൾറെഡി ഉപ്പൊക്കെ തിരുമ്മി വെച്ചതാണെങ്കിൽ ഒരു ശകലം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ബോക്സുകളായിട്ട് എനിക്കിഷ്ടമായി. 3 in 1, ഇതും 3 in 1 നല്ല അടിപൊളിയാണ്. നമുക്ക് വേണ്ട ആവശ്യം മസാല കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഇതിനകത്തേക്ക് ഞാനൊരിത്തിരി സാദാ മുളക് പൊടി, പിന്നെ ശകലം കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പൊട്ട് കുരുമുളക് പൊടി. മുളക് പൊടികൾ 3 ഞാൻ ഇതിനകത്ത് തന്നെ വെച്ചിരിക്കുന്നത്. സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും. അപ്പോൾ നമുക്കിതൊന്ന് തിരുമ്മി കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഞാൻ തിരുമ്മി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് തിരുമ്മി കഴിഞ്ഞ് നമുക്കിനി ഇത് നീക്കി വയ്ക്കാം. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇത്തിരി സബോള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കണം. പിന്നെ ഇന്ന് ഞാനൊരു ഗ്രേവി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് മോരാണ്. മോര് ജസ്റ്റ് ഒന്ന് കാച്ചിയെടുക്കുക, അതിൻ്റെ കൂടെ ചിക്കനും ഉണ്ടാവുമല്ലോ. അപ്പോൾ സെറ്റായി. പിന്നെ ഞാനിനി വേറെ ഉപ്പേരിയൊന്നും ഉണ്ടാക്കാൻ പോകില്ല. അത് രണ്ടും ഉണ്ടെങ്കിൽ ധാരാളമായി. അപ്പോൾ അഞ്ചുവിന് ചിക്കൻ്റെയൊക്കെ ഒരു പീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മതി. വേറെ ഒന്നും അഞ്ചു നോക്ക് പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഗ്രേവിക്കായിട്ട് മോര് കറി ഉണ്ടാവുമല്ലോ, മോര് കാച്ചിയത്. ജസ്റ്റ് സിമ്പിളായിട്ട് മോര് കാച്ചാന്ന് വിചാരിച്ചേക്കണം. പിന്നെ ഇന്ന് മാർക്കറ്റിലൊന്നും ഇപ്പോൾ പോകാൻ പറ്റില്ല. നല്ല പെരുമഴയിൽ നിന്ന് ഈ നേരം വരെ ഇത്രയും ദിവസവും മഴയൊന്നും പെയ്യാണ്ട് ഇന്ന് നല്ലൊരു പെരുമഴ കിട്ടിയിട്ടോ. അപ്പം അതിൻ്റെ ഭയങ്കര ഒരു സന്തോഷമാണ്. ആ മഴ പെയ്തപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. ചൂട് കുറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും മഴ കണ്ടപ്പോൾ മനസ്സിനൊരാശ്വാസം. അപ്പോൾ ഇന്ന് കടയിലേക്കൊക്കെ പോകണമെന്നുണ്ട്. പക്ഷേ എങ്കിൽ അത് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പോവുള്ളൂ. ഉച്ച കഴിഞ്ഞ് മീൻസ് ഈവനിങ്ങിലൊക്കെ പോവുള്ളൂ. ഒരു 5 മണിയോടുകൂടിയൊക്കെ പോവുള്ളൂ. അപ്പോഴേക്കും മഴയൊക്കെ മാറി നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മളും ഫ്രീ ആവും. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ കിട്ടും. ഉറങ്ങി തീർക്കാനും ജോലികൾ തീർക്കാനും പിന്നെ എന്തൊക്കെ പെൻഡിങ് വർക്കുകളുണ്ട് എല്ലാം തീർക്കാനുള്ളൊരു ദിവസം. അതുപോലെ തന്നെ ഷോപ്പിംഗ്, നമുക്ക് 1 വീക്കിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതെല്ലാം വാങ്ങിക്കുകയും ഇന്നെല്ലാം കൊണ്ടുവന്ന് ഒക്കെ സെറ്റ് ചെയ്തൊക്കെ വയ്ക്കണം. പിന്നെ സമയമൊക്കെ കിട്ടിയിട്ട് അപ്പോൾ ഞാൻ മീൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഇടാം. വീക്കിലി മീൽ പ്ലാനിങ് ഇടണമെന്ന് ഒത്തിരി നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ടൈം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചേക്കുന്നത് ബൈബിൾ റൈറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടേ അതിലേക്കൊക്കെ കിടക്കുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ജോലികൾ എല്ലാം പെൻഡിങ് ആവും. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഞാൻ എന്താ കട്ടിങ് കാര്യങ്ങളെല്ലാം തീർത്തു. നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനുള്ളതാണ്. ഒരു 1-2 സബോള എടുത്തിട്ട് കട്ട് ചെയ്ത്, പിന്നെ 1-2 പച്ചമുളകൊക്കെ കീറിയിട്ടിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി ഒരു 1.5 തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. ഇവിടെ ഞാൻ എന്താ മോര് കാച്ചാനായിട്ട് ഒരു സബോള ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ അടുപ്പത്ത് വയ്ക്കുക, എന്നിട്ട് മോര് കാച്ചാം. അപ്പോൾ കുക്കറൊക്കെ ഞാനിവിടെ വാഷ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പില അതാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ കറിവേപ്പില ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കറിവേപ്പില കിട്ടുന്ന ടൈം ആയതുകൊണ്ട് കറിവേപ്പില ഉള്ള സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇതങ്ങനെ ഫ്രഷ് കറിവേപ്പില കിട്ടിയിട്ടുണ്ട്.
ചേട്ടൻ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇനി നമുക്ക് കറി അടുപ്പത്ത് വയ്ക്കാൻ നോക്കാം. റൈസ് കുക്കറിൽ നിന്ന് ഓൾറെഡി വിസിൽ വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ റൈസ് കുക്കർ ഇതാ ഓഫാക്കിയിട്ടിരിക്കുകയാണ്. കുക്കറൊക്കെ ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്യാസ് സ്റ്റവിൻ്റെ ഒരടുപ്പിലിങ്ങനെ കുറച്ച് അപ്പോൾ തീ കത്തുന്നുള്ളൂ. നന്നായി നല്ല ഫോഴ്സിൽ കത്തുന്നില്ല. എന്താണെന്ന് അറിയില്ല, ഇനി ചെക്ക് ചെയ്യാൻ ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഇതും വേണമെങ്കിൽ കുഴപ്പമില്ല, ഇതുമ്പോൾ നന്നായി കത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റൈസ് കുക്കർ ഇനി മാറ്റി വയ്ക്കാൻ പോകും. എന്തായാലും നമുക്ക് ചോറൊക്കെ ഊറ്റേണ്ടതാണ്. റൈസ് കുക്കറിന് നീക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു ശകലം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചിക്കൻ കറി. ഓയിലും ബട്ടറൊക്കെ നല്ലപോലെ ചൂടായി. അപ്പോൾ ഞാൻ എന്താ സബോളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മളൊന്ന് കുക്കറിൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത്തിരി ലേറ്റായി. ഞാൻ ബൈബിളെടുത്തും അതുപോലെ ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിക്കലും ചേഞ്ച് ചെയ്യലും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലേറ്റായി. അപ്പോൾ ഓർത്തൊന്ന് കുക്കറിൽ വെക്കണമെങ്കിൽ വേഗം പണി കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ടാണ് കുക്കറിൽ വെക്കുന്നത്. ഇനി ഞാൻ എന്താ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. നമുക്ക് മോര് കാച്ചണം. അപ്പോൾ സബോളയൊക്കെ അവിടെ വഴന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മോര് കാച്ചാനായിട്ട് ജാറിലേക്ക് തൈര് എടുത്തിട്ടേക്കാണ്. ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വേണം, കുറച്ച് കട്ടയായിട്ടിരിക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ഈ മിക്സിയുടെ വയറെന്ന് പറഞ്ഞാൽ ഭയങ്കര നീളാട്ടോ. ഇത് ഭയങ്കര നീളമുള്ള വയറാണ്. ഒത്തിരി ദൂരേക്ക് വരെ നമുക്ക് വയ്ക്കിയത്. ഇത്രയും നീളമുണ്ട് വയറിൻ്റെ നീളം. കണ്ടോ? സുജാതയുടെ മിക്സിയുടെ വയറാണ് ഈ കാണുന്നത്. ഇപ്പോൾ തൈരൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ. നമ്മൾ ബോക്സിൽ വാങ്ങിച്ചായിരുന്നു കേട്ടോ, ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ. അടിപൊളി തൈര്. അപ്പോൾ സബോള വെളുത്തുള്ളി ഇഞ്ചി ഐറ്റംസ് എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് തക്കാളിയും കൂടെ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തക്കാളിയൊക്കെ ഒന്ന് വേഗത്തിൽ കുക്കായി കിട്ടാനായിട്ട് നമ്മുടെ ചിക്കൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഞാൻ മുമ്പ് ഇട്ടേക്കെന്താ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി മാത്രം ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ വേണ്ട പൊടികൾ കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊന്നും ഒഴിച്ചിട്ടുള്ള കറിയല്ല കേട്ടോ, സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്ന കുക്കർ ചിക്കൻ. പിന്നെ എരിവിനുള്ള മുളക് പൊടി, ശകലം കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി. പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി അതിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 2 സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പയ്യൊന്ന് കുക്കായി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ മോര് കാച്ചാനുള്ള കടായി അടുപ്പത്ത് വയ്ക്കുകയാണ്. കടായി ചൂടാവാൻ ഇത്തിരി സമയം എടുക്കും, കാരണം ഇതിൻ്റെ ഫ്ലെയിം ചെറുതായിട്ടേ വരുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കടായിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സബോളയും തക്കാളിയൊക്കെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനൊരു ശകലം വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുക്കറിൽ അടച്ചു വെച്ചല്ലോ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തിരി വെള്ളം ചേർക്കുന്നു. ഇപ്പോൾ ചെറിയൊരു കുഴമ്പ ഭാഗത്തിന് കിട്ടണമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ കപ്പിൽ ഒരു കൊച്ചു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചിക്കൻ പീസൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി കുക്കർ അടച്ചു വയ്ക്കാം. കുക്കറിൽ നിന്ന് ഒരു 3 വിസിൽ വന്നാൽ നമ്മുടെ ചിക്കൻ കറി റെഡി. അപ്പോൾ ആദ്യത്തെ ഒരു 2 വിസിൽ വേഗത്തിൽ തന്നെ വരുത്തും ഞാൻ. പിന്നെ ഒരു വിസിൽ ഫ്ലെയിമൊക്കെ കുറച്ചിട്ടിട്ട് ഒരു വിസിലും കൂടെ വരുത്താം. അപ്പോൾ ചിക്കൻ ഇവിടെ നിന്ന് ആവട്ടെ. നമുക്കിനി വേഗത്തിൽ മോര് കാച്ചിയെടുക്കണം. മോര് കാച്ചാൻ ഓയിലൊക്കെ കൂടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ മസാലകളൊക്കെ ഇവിടേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ
ഇവിടെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. ഇപ്പോൾ ഉലുവ, കടുക്, ജീരകം ഐറ്റംസൊക്കെ ഇതിനകത്തേക്ക് ആക്കി ഞാൻ. അപ്പോൾ കുറച്ച് ചേഞ്ചസ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റാമല്ലോ അങ്ങനെ. അപ്പോൾ ഞാൻ മാറ്റിയേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മളതേ ആദ്യം തന്നെ ഒരു ശകലം കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിത്തെറിച്ചത് ആ തൈരിലേക്ക് ഒരെവിടേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഒരിത്തിരി ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ശകലം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാം പൊട്ടിക്കഴിഞ്ഞു. കടുകും ജീരകവും ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അപ്പം ഇത്തിരി വറ്റൽമുളക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കീറി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. കുക്കറിൽ നിന്ന് ഇപ്പോൾ 2 വിസിൽ വന്നു. ഞാൻ ഫ്ലെയിം കുറച്ചിട്ടേക്കാം കേട്ടോ. ഇപ്പം ഇതിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം, തൈരിലേക്ക് ഒഴിക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഞാൻ ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നു. അപ്പം 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചിക്കൻ്റെ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. ഇവിടെ നമുക്ക് മോര് അടച്ച് നീക്കി വയ്ക്കാം. ഇനി ഞാൻ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഇവിടെ വാഷ് ചെയ്യാനൊക്കെ ഒത്തിരി വെസൽസ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയൊക്കെ ക്ലീൻ ആക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ സമാധാനത്തിന് കഴിക്കാം. അല്ലെങ്കിൽ ഇവിടെ ജോലികളൊക്കെ പെൻഡിങ് എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അപ്പോൾ ഈ ജോലികളൊക്കെ ഒന്ന് തീർക്കട്ടെ. അപ്പോൾ അങ്ങനെ അതേ പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ വാഷ് ചെയ്ത് ഒക്കെ ആ ഒരു ജോലിയൊക്കെ തീർന്നു. പിന്നെ ചോറ് ഊറ്റി വയ്ക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ അവിടെ റെഡി. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. പ്രഷറൊക്കെ പോയി കാണുമെന്ന് കരുതുന്നു. ഇത് നമുക്കിന്ന് ലഞ്ചിൻ്റെ കൂടെ കഴിക്കാനുള്ള പിക്കിളാണ്. ഇത് നമ്മുടെ UP പിക്കിളാണ്, മിക്സ് പിക്കിൾ. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇത്തിരി സോൾട്ട് ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്നുണ്ടെന്ന് മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ ഇവിടെ UP അവരുടെ പിക്കിള് കാര്യങ്ങളിലെല്ലാം ഉപ്പ് നല്ല പോലെ ഇടും. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കുക്കറിൻ്റെ. നമുക്കൊന്ന് കുക്കറിൻ്റെ അവസ്ഥ നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായി ഉദ്ദേശിച്ച പോലെ തന്നെ കുറച്ച് ഒരു ചെറിയ ഗ്രേവിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പീസുകളെല്ലാം നല്ലപോലെ വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അത്രയും വെള്ളം ഒഴിച്ചത് ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ഗ്രേവി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഗ്രേവി അത്രയും ആവശ്യമില്ലെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാലും മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ലഞ്ച് കഴിച്ചാലോ? നമ്മുടെ ലഞ്ച് റെഡിയായി. ഭക്ഷണം കഴിക്കാൻ പോകാൻ നല്ല ചൂടൻ ചോറും കുക്കറിൽ ഉണ്ടാക്കിയത് നമ്മുടെ ചിക്കൻ കറിയും മോര് കാച്ചിയതും പിക്കിളൊക്കെ കൂടെ കൂട്ടി ചോറുണ്ണാൻ പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മടിക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ. Enjoy your ride.